അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിലെ പാർട്സുകളായ നൗൺ, പ്രോനൗൺ ഇവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിൻ്റെ മലയാളം നാമവിശേഷണം എന്നാണ്. നാമം എന്ന് പറഞ്ഞാൽ നൗൺ. പ്രോനൗണിനെയും പ്രോനൗണിനെയും ക്വാളിഫൈ ചെയ്യുന്ന പദങ്ങളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, an adjective is a word. An adjective is a word that qualifies a noun. An adjective is a word that qualifies a noun or pronoun. അപ്പോൾ നൗണിനെയോ പ്രോനൗണിനെയോ ക്വാളിഫൈ ചെയ്യുന്ന പദങ്ങളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞ കല്ലാണ്. ഒരു ബോയ്, ഒരു പ്ലേസ്. ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊട്ടി, ഊട്ടി എന്നത്. സ്റ്റോൺ, ബോയ്, ഊട്ടി ഇതെല്ലാം നൗണാണ്. ഇതിന്റെ പകരം പ്രോനൗൺ. സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് എന്നാണ് ഇതിന്റെ പ്രോനൗൺ വരുന്നത്. ബോയ് എന്ന് പറയുമ്പോൾ ഹി എന്ന് വരും. ഊട്ടി എന്ന് പറയുമ്പോൾ സ്ഥലമാണ്, സ്ഥലത്തിനും ഇറ്റ് എന്ന് വരും. അപ്പോൾ ഇവയെ ക്വാളിഫൈ ചെയ്യുന്ന, ഇവരെ കുറച്ചുകൂടി ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എക്സാഗ്രേറ്റ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വേർഡുകളാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതിനെ എക്സാഗ്രേറ്റ് ചെയ്യാന്ന് പറയാൻ, സ്റ്റോൺ വെരി ഹാർഡ്, ദിസ് സ്റ്റോൺ ഈസ് വെരി ഹാർഡ് എന്നാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഹാർഡ് ഉറപ്പുള്ള പാറയാണ്. അപ്പോൾ ഈ ഉറപ്പുള്ള ഹാർഡ് എന്ന വേർഡ് ഈ സ്റ്റോണിന്റെ ആ സ്വഭാവത്തെ കുറച്ചുകൂടി വ്യക്തമാക്കി തരികയാണ് നമുക്ക്. ഉറപ്പ് കുറഞ്ഞ കല്ലുകളുണ്ട്, ഉറപ്പ് കൂടിയതുണ്ട്, പക്ഷെ ഈ സ്റ്റോൺ ഹാർഡ് ഉള്ളതാണെന്ന് പറയാണ്. അപ്പോൾ ഊന്നി പറയാം, എംഫസൈസ് ചെയ്ത് പറയാണ്. ഇനി ബോയ്, that boy is very intelligent ആണെന്ന് പറയാം. ഇന്റലിജന്റ്, ആ കുട്ടി വളരെ ബുദ്ധിമാനാണ് എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഈ ഇന്റലിജന്റ് എന്നുള്ള വേർഡ് ഈ ബോയ് എന്ന സബ്ജക്റ്റിനെ കൂടുതൽ ഒന്നുകൂടി ക്വാളിഫൈ ചെയ്ത് കാണിക്കുകയാണ് നമ്മളെ. അതുപോലെ ഊട്ടി ഈസ് വെരി കോൾഡ്, വെരി കൂൾ എന്ന് പറയാം. കൂൾ എന്ന് പറയുമ്പോൾ തണുപ്പാണ്. അപ്പോൾ ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ ഊട്ടി എന്ന സ്ഥലത്തെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഹാർഡ്, ഇന്റലിജൻസ്, കൂൾ, ഇവയെന്ത് പറയാം? അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഇനി അഡ്ജക്റ്റീവുകൾ
14 ടൈപ്പ് അഡ്ജക്റ്റീവ്സ് ആണുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. 14 തരമുണ്ട്. അഡ്ജക്റ്റീവ്സിനെ വേർതിരിക്കുമ്പോൾ 14 ടൈപ്പാണ് ഉള്ളത്. അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് സൂചിപ്പിച്ച് പോകാം. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം, എഴുതി കാണിക്കില്ല. അതിൽ ഒന്നാമത്തത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറയും. അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഒന്നാമത്തത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ഇതിന്റെ ഉദാഹരണങ്ങൾ ഗുഡ്, ലോങ് മുതലായവയാണ്. ക്വാളിറ്റി അതിന്റെ ഗുണത്തെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാണ്. അഡ്ജക്റ്റീവില് ഒരു സബ്ജക്റ്റിന്റെ, ഒരു നൗണിന്റെയോ പ്രോനൗണിന്റെയോ ഗുണത്തെ ഒന്നുകൂടി കൂട്ടി പറയുന്നതിനെയാണ് ക്വാളിറ്റി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ്. പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ആണ്. പ്രോപ്പർ അഡ്ജക്റ്റീവ്സിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെർക്കൂലിയൻ ടാസ്ക്. ഇതില് ഹെർക്കൂലിയൻ എന്നുള്ളത് പ്രോപ്പർ ആഡ്ജക്റ്റീവ്സ് ആണ്. വ്യക്തികളെയും സ്ഥലങ്ങളെയും വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം എന്നാണ് അർത്ഥം. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം, ഹാർഡ് സ്ട്രൈവ് ആണ്. അതിനാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ദ ഇന്ത്യൻ ടീം. ഇതിൽ ടീം ഇന്ത്യയുടെ ടീമാണ്. ഈ ടാസ്ക് ഹെർക്കൂലിയൻ ആണ്. ഇങ്ങനെ അതിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവയാണ്. ഇനി മൂന്നാമത്തത് വെർബൽ ഓർ പാർട്ടിസിപ്പിയൽ. വെർബൽ ഓർ പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്ന് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. രണ്ടാമത്തത് പ്രോപ്പർ അഡ്ജക്റ്റീവ്സ് ആണ്. മൂന്നാമത്തത് എന്താണ്? വെർബൽ ഓർ പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ്സ് ആണ്. പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവിന്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയില്ലേ വർക്കിംഗ് വുമൺ. വർക്ക് ചെയ്യുന്ന വുമൺ ആണ്, ജോലി ചെയ്യുന്ന വുമൻസ് തന്നെയാണ് വർക്കിംഗ് വുമൺ എന്ന് പറയും. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ
വർക്കിംഗ് വുമൺ, അതുപോലെ റൈസിങ് സൺ, റൈസിങ് സൺ ഉദയസൂര്യനാണ്. സെറ്റിംഗ് സൺ, സെറ്റിംഗ് സൺ അസ്തമയ സൂര്യൻ. അപ്പോൾ ഇത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടും സൂര്യൻ ഉദിച്ചുകൊണ്ടും ഇരിക്കുകയാണ്, ഓൺസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം ഒരു ക്വാളിഫൈയിങ് മീനിങ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവയെ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത് വെർബൽ ഓർ പാർട്ടിസിപ്പിയൽ അഡ്ജക്റ്റീവ്സ് ആണ്. ഇനി നാലാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, അളവുണ്ടാവും. അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അളന്നെടുക്കാൻ പറ്റുന്നത്, അളവ് കാണിക്കാൻ പറ്റുന്നത്, അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ മച്ച്, ലിറ്റിൽ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് അർത്ഥമുണ്ട്. ഇതിന്റെ നെഗറ്റീവ് മീനിങ് ഉള്ളതാണ് ലിറ്റിൽ എന്ന വേർഡ്. മച്ച് എന്ന് പറഞ്ഞാൽ ധാരാളം. ഇനി നോ, സം, എനി ഇവയൊക്കെ വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ ഡിഗ്രിയും ക്വാണ്ടിറ്റിയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇനി അഞ്ചാമത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്ന, നമ്മൾ ഉടമസ്ഥാവകാശം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനെയാണ് പൊസസ് എന്ന് പറയുന്നത്. ഇതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മുടെ ഒരു ബുക്ക്, ഈ ബുക്ക് ഇപ്പോൾ ആരും ഇല്ലാണ്ട് നിൽക്കാണ്, ഞാനിവിടെ മൈ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ മൈ ബുക്ക് എന്നാവും. ഈ മൈ എന്നുള്ളതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് ആവുന്നത്. ഇനി അതുപോലെ തന്നെ മൈ, യുവർ, ഹിസ്, ഹെർ, അങ്ങനെയുള്ള കുറെ വേർഡുകളാണ് പൊസസീവ് അഡ്ജക്റ്റീവിൽ വരുന്നത്. അടുത്തത് ആറാമത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇത് ആറാമത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആർ യൂസ്ഡ് ടു സിഗ്നിഫൈ who or what or which is meant. Who or what or which. Who or what or which. അപ്പോൾ ആര്, എന്ത്, വിച്ച്, ഏത്, ഇതിനുള്ള മറുപടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേഴ്സുകളെയാണ്, പദങ്ങളെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദിസ് മാൻ ബോറോവ്ഡ് ദ ബുക്ക് എന്ന് പറയാം. ദ ബുക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ എക്സാമ്പിൾ ഇവിടെ എഴുതുന്നത്. ദിസ് മാൻ ബോറോവ്ഡ് ദ ബുക്ക്. അപ്പോൾ ഇതിന്റെ സ്വാഭാവികമായിട്ടും ദിസ് മാൻ ഏതാളാണ് എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, ആദ്യം പറഞ്ഞില്ലല്ലോ ഹൂ
വാട്ട്, വിച്ച്. ഇത് ചോദ്യചിഹ്നങ്ങളാണ്. അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് വരുന്നതാണ് അഡ്ജക്റ്റീവ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദിസ് മാൻ ബോറോഡ് ദ ബുക്ക്. അപ്പം ദിസ് എന്നുള്ളത് ഹൂ ബോറോഡ് ദ ബുക്ക്, അതിൻ്റെ ആൻസർ ആണ് ദിസ് മാൻ ബോറോഡ് ദ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യനാണ് ഈ പുസ്തകം ഇവിടുന്ന് കടം വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അത് ചോദ്യത്തിൽ വരുമ്പോൾ ഹൂ ബോറോഡ് ദ ബുക്ക്, ഹൂ ബോറോഡ് ദ ബുക്ക് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ ബുക്ക് ദിസ് മാൻ ബോറോഡ് ദ ബുക്ക് എന്നാ വരുന്നത്. വാട്ട് ദ മാൻ ബോറോഡ് എന്ന് വരാം. വാട്ട് ബോറോഡ്, വാട്ട് എന്നുള്ള ഇത് വരും, ചോദ്യം വരും. അപ്പൊ വാട്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ മാൻ എന്താണ് ഇവിടുന്ന് ബോറോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആൻസർ കിട്ടുന്നത് ബുക്ക് എന്നാണ്. ദിസ് ബുക്ക് എന്ന് വരും. അപ്പോൾ ദിസ്, ദാറ്റ്, ഇങ്ങനെയുള്ള കുറെ വേർഡുകളാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവിന് ഉദാഹരണങ്ങൾ. ഇനി ഏഴാമത്തത് emphasizing adjectives ആണ്. എംഫസൈസിങ് അഡ്ജക്റ്റീവ് ആണ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ ഊന്നി പറയുക, കുറച്ചുകൂടി എന്ന് സ്ട്രോങ് ആയി പറയുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിന് പ്രോനൗണിന് കുറച്ചുകൂടി കാളിപ്പോയി അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ emphasizing adjectives are used for emphasize. Emphasizing adjective ഉപയോഗിക്കുന്നത് എംഫസൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എംഫസൈസ് ചെയ്യുമ്പോൾ എംഫസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഉയർത്തി പറയാം. എംഫസൈസ് അതാണ്. അപ്പോൾ കുറച്ചുകൂടി ഉയർത്തി പറയാൻ വേണ്ടിയാണ് എംഫസൈസ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ he does not believe. He his own son. He does not believe his own son. അപ്പോൾ ആ മകനെ വിശ്വസിക്കാത്തത്, അയാളുടെ മകനെ വിശ്വസിക്കുന്നില്ല. ഇതിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുമ്പോൾ ഹിസ് ഓൺ സൺ എന്ന് വരും. അയാൾക്ക് മകനെ വിശ്വാസമില്ല, അതിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ അയാളുടെ മകനെ തന്നെ വിശ്വാസമില്ല എന്ന് പറയും. അപ്പോൾ ഇതിനാണ് എംഫസൈസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ന്യൂമറൽ അഡ്ജക്റ്റീവ്സ് ആണ്. ന്യൂമറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ എണ്ണൽ സംഖ്യ. ന്യൂമറൽ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് ഇതിൽ എണ്ണം ഉപയോഗിക്കണം. അപ്പോൾ ഇതിൽ
ഇതിലിപ്പോ ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൽ എണ്ണം കൃത്യമായിട്ട് നമ്മൾ പറയണം. അപ്പൊ നമ്മളൊരു സാധനത്തിന്റെ എന്തെങ്കിലും ഒരു ബോയ്, ഗേൾ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് എണ്ണം പറയണം, എത്ര കുട്ടിയുണ്ടെന്ന്. അപ്പോൾ അത് നമ്മൾ 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം, 1 ബോയ് എന്ന് തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ കൂടുതലാണെങ്കിൽ ഇപ്പോൾ 10 ഗേൾ എന്ന് പറയാൻ പറ്റില്ല. 10 എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്, ബഹുവചനമാണ്. അതുകൊണ്ട് ഈ ക്രിയയുടെ ബഹുവചനം ആക്കണം. ഇതിന് എസ് ചേർത്തിട്ടുണ്ട്. ഗേളിന്റെ കൂടെ എസ് എന്ന് ആഡ് ചെയ്തിട്ട് വെർബിന്റെ ബഹുവചനം ഉപയോഗിക്കണം നമുക്ക്. അപ്പോൾ ഇതാണ്. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കണക്ക് പറഞ്ഞ് എത്ര ആളുണ്ടോ, എത്ര മരങ്ങളുണ്ടോ, എത്ര കുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട് എന്നുള്ള ഒരു കണക്ക് അത് കറക്റ്റ് ആയിരിക്കും. അതിനെയാണ് ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി 9 ഒൻപതാമത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സപ്ലൈ, വിതരണം അല്ലേ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്ഥലത്തായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടാവില്ല. ഇത് മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്ജക്റ്റീവാണ്, നാമവിശേഷണമാണ്. അതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അല്ലേ? എവരി എല്ലാവർക്കും. അപ്പം അങ്ങനെ എല്ലാവർക്കും, ഒരു കൂട്ടം ആളുകൾക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും. ഒരു ക്ലാസ്സിൽ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ ബുക്സ് ഉണ്ട്, ഓരോ ഇംഗ്ലീഷ് ബുക്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ വേർഡുകൾ, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് വേണം നമ്മൾ പറയാനും എഴുതാനും. ഇനി 10ാമത്തത് ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ്, ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ചോദ്യം ചെയ്യലാണ്. ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ചോദ്യം, നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പം അതിലെന്താ വരിക എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി വാട്ട്, നേരത്തെ പറഞ്ഞാൽ ഹൂ, ഹൗ മെനി. ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ വേണ്ടി ഒരു സെന്റൻസിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ വേർഡുകളെയും നമ്മൾ എന്താ പറയണം? ഇന്ററോഗേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഇനി 11 എക്സ്ക്ലാമേറ്ററി ആണ്. എക്സ്ക്ലാമേറ്ററി അഡ്ജക്റ്റീവ്സ്. എക്സ്ക്ലാമേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തെയും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഫീലിങ്സിനെ, സഡൻ ഫീലിങ്ങിനെ നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ വാട്ട് എ ഗുഡ് ജോബ്, വാട്ട് എ ഗുഡ് ജോബ് ഹി ഹാസ് ഡൺ എന്നാ പറയും. വാട്ട് എ ഗുഡ് ജോബ് ഹി ഹാസ് ഡൺ.
ഹി ഹാസ് ഡൺ എന്നാണ് പറയുക. ഈ വേർഡിൽ നമ്മൾ എക്സ്ക്ലാമേറ്ററി ഇങ്ങനെ ചേർക്കും എങ്കിലേ അത് എക്സ്ക്ലാമേഷൻ മാർക്കാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ക്ലാമേറ്ററി അഡ്ജക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ വാട്ട് എ ഗുഡ് ജോബ്, വാട്ട് എ ഗുഡ് ജോബ് ഹി ഹാസ് ഡൺ എന്നാണ്. ഇനി നമ്മൾ പറഞ്ഞാൽ ഒരാൾ നല്ലൊരു തമാശ പറയണം, അപ്പോൾ വാട്ട് ഫൺ, അങ്ങനെ പറയില്ലേ, വാട്ട് ഫൺ, എന്തൊരു തമാശയാണ്. ഇവിടെ ഈ ചിഹ്നം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് എക്സ്ക്ലാമേറ്ററി അഡ്ജക്റ്റീവ്. ഇനി 12ാമത്തത് ഒരു പ്രത്യേകതരം അഡ്ജക്റ്റീവാണ്. ഇതില് നൗണും അഡ്വർബും, നൗൺസ് ആൻഡ് അഡ്വേർബ്സ്, ഇവ രണ്ടും ചില സമയങ്ങളിൽ അഡ്ജക്റ്റീവിന്റെ വർക്ക് ചെയ്യുന്നു. നൗണും അഡ്വർബും ചില സമയങ്ങളിൽ അഡ്ജക്റ്റീവിന്റെ വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യും. ആ സ്ഥാനത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ഉദാഹരണം സ്റ്റുഡൻറ് പാസസ്, സ്റ്റുഡന്റ് പാസ്. അതുപോലെ ബിസ്ക്കറ്റ് ഫാക്ടറി അല്ലെ, സ്റ്റുഡന്റ് പാസ് ആൻഡ് ബിസ്ക്കറ്റ് ഫാക്ടറി, ഇത് രണ്ടും നൗണാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ പേരാണ്, പാസ് ഇത് വെർബാണ്. അപ്പൊ സ്റ്റുഡന്റ് പാസ്, ബിസ്ക്കറ്റ് ഫാക്ടറി ഇതെല്ലാം നൗണാണ്. ഇങ്ങനെയുള്ള വേർഡുകളെ നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും ചില സന്ദർഭങ്ങളിൽ. അതുപോലെ ഇനി പറയാൻ പോകുന്നത് 13ാമത്തെ ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവ് ആണ്. അതിന് 13ാമത്തത് അഡ്വേർബ്സ് ആസ് അഡ്ജക്റ്റീവ്സ് ആണ്. അത് നേരത്തെ പറഞ്ഞ നൗണും അഡ്വർബും അഡ്ജക്റ്റീവിന്റെ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ആദ്യം പറഞ്ഞ നൗണാണ്. ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഫാക്ടറിയും സ്റ്റുഡന്റ് പാസും അത് നൗണിന്റെ എക്സാമ്പിൾ ആണ്. ഇനിയിപ്പോ അഡ്വർബിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അപ്പ് ട്രെയിൻ, ഡൗൺ ട്രെയിൻ. ഇങ്ങനെ ട്രെയിനിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അപ്പ് ട്രെയിൻ, ഡൗൺ ട്രെയിൻ, ഡൗൺവേർഡ്, ഇങ്ങനെയുള്ള പദങ്ങളെയാണ് അഡ്വർബ്, വെർബൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി 14ാമത്തത് കോമ്പൗണ്ട്. പാർട്ടിസിപ്പിൾസ്, കോമ്പൗണ്ട് പാർട്ടിസിപ്പിൾസ് എന്നാ പറയാ. കോമ്പൗണ്ട് പാർട്ടിസിപ്പിൾസ് ഇതിന്റെ ഉദാഹരണങ്ങൾ, കോമ്പൗണ്ട് പാർട്ടിസിപ്പിൾസ് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന്റെ ഉദാഹരണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ
അപ്പോൾ നമ്മൾ പറയില്ലേ ബാഡ് ടെമ്പേർഡ്. ബാഡ് ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ബാഡ് ടെമ്പേർഡ്, ചീത്ത സ്വഭാവമുള്ള. ബാഡ് ടെമ്പേർഡ്, ചീത്ത സ്വഭാവമുള്ള. അതുപോലെ ഓൾഡ് ഫാഷൻഡ്. ഓൾഡ് ഫാഷൻഡ് ആണ്. ഓൾഡ് ഫാഷൻഡ് എന്നൊക്കെ പറയുന്ന വേർഡ് നമുക്ക് എവിടെ ഉപയോഗിക്കാം? അഡ്വർബൽ പാർട്ടിസിപ്പിൾസ് ആണ് കേട്ടോ. അതുപോലെ മണി മേക്കിംഗ്, മണി മേക്കിംഗ് ഇങ്ങനെയുള്ള വേർഡുകൾ. അപ്പോൾ ബാഡ് ടെമ്പേർഡ്, ഓൾഡ് ഫാഷൻഡ്, മണി മേക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്താ പറയാ? പറയാൻ അറിയില്ല അല്ലേ? കോമ്പൗണ്ട് പാർട്ടിസിപ്പിൾസ്. കോമ്പൗണ്ട് പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 14 ഐറ്റംസ് ആണ് നമ്മുടെ അഡ്ജക്റ്റീവ്സിൽ വരുന്നത്. അഡ്ജക്റ്റീവ് എന്ന ഭാഗത്ത് വരുന്നത് 14 ഭാഗങ്ങളാണ്. ഇനി ഈ അഡ്ജക്റ്റീവുകളെ 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഒന്ന് യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ്. യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഒന്ന് ആട്രിബ്യൂട്ടീവ്. ആട്രിബ്യൂട്ടീവ് യൂസ്. ആട്രിബ്യൂട്ടീവ് യൂസും രണ്ടാമത്തത് പ്രെഡിക്കേറ്റീവ് യൂസും. പ്രെഡിക്കേറ്റീവ് യൂസ്. ഒന്നാമത് ആട്രിബ്യൂട്ടീവ് യൂസും രണ്ടാമത് പ്രെഡിക്കേറ്റീവ് യൂസും. ഇനി ആട്രിബ്യൂട്ടീവ് യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എ ലോങ് വാക്ക്. എ ലോങ് വാക്ക്. ഇത് ആട്രിബ്യൂട്ടീവ് യൂസ് ആണ്. ഇനി പ്രെഡിക്കേറ്റീവ് he is rich. He is rich എന്ന് പറയുമ്പോൾ ഇത് പ്രെഡിക്കേറ്റീവ് യൂസ് ആണ്. എന്തിന്റെ? അഡ്ജക്റ്റീവിന്റെ പ്രെഡിക്കേറ്റീവ് യൂസ്. ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന നാമവിശേഷനാണ്. ഹി ഈസ് റിച്ച്. റിച്ച് എന്നുള്ളത് പ്രെഡിക്കേറ്റീവ്, ഒരു പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പ്രവചനം. ഒരു പ്രവചനമാണിത്. പ്രവചിക്കുക, പ്രവചിക്കുക അല്ലെ? പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവചനാണ്. അപ്പം ഹീസ് റിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനാണ്. അവൻ ഭയങ്കര ഒരു പണക്കാരനാണ് എന്ന് പറയുന്നത് എന്താണ്? പ്രെഡിക്കേറ്റീവ് യൂസ് ആണ്. ഇനി ആട്രിബ്യൂട്ടീവ് യൂസിന്റെ പറഞ്ഞു എ ലോങ് ബാക്ക്. അതുപോലെ തന്നെ എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ബ്യൂട്ടിഫുൾ സൈറ്റ് മനോഹരമായ ഒരു കാഴ്ചയാണ്. എ ലോങ് വാക്ക്, എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇതൊക്കെ പറയുമ്പോൾ സുന്ദരമായിട്ടുള്ള ഇതാണ് എ ലോങ് വാക്ക്. എ ലോങ് ഇതൊക്കെയാണ് ഇവിടെ വരുമ്പോൾ നമ്മളെ അഡ്ജക്റ്റീവായി വരുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ടീവ് യൂസും കഴിഞ്ഞു, ഇനി പ്രെഡിക്കേറ്റീവ് യൂസും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ മൂന്നാമത്തെ ഭാഗമായ അഡ്ജക്റ്റീവ്. അതിന്റെ വിശേഷങ്ങൾ. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ടു ക്വാളിഫൈ എ നൗൺ ഓർ പ്രോനൗൺ. അതാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പോൾ
ഇനി അടുത്ത ഭാഗം വെർബാണ്, അതിലേക്ക് കിടക്കാം.